ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഫൺ ഫാമിലി. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര അയപ്പിന് പോവുകയാണ്. വേറെ ആരെയല്ല, അമ്മയുടെ കുഞ്ഞമ്മയെ നമ്മൾ യാത്ര അയക്കാൻ പോവുകയാണ്. ഇത് അതിൻ്റെ ഒരു പക്കത്തിലാണ്. ടോപ്പ് എടുത്ത് കാലെ കൂടെ വലിച്ചു കയറ്റാൻ നോക്കുക. ഒരു വിധത്തിൽ ഞാനതെല്ലാം ഓടിക്കളഞ്ഞ് കുഞ്ഞെ ഈ പരുവത്തിലാക്കി. ഞങ്ങളുടെ അമ്മ ഓടി നടന്ന് ഒരുങ്ങുകയാണ്. സമയം വൈകിയെന്നും പറഞ്ഞാണ്ട് ഓടി നടന്ന് ഒരുങ്ങുന്നത്. എന്നിട്ട് ഞാനും കുഞ്ഞും ഒരുങ്ങിയിട്ട് ഞങ്ങൾ മേളോട്ട് പോകും. എന്താ അമ്മയുടെ, അതായത് മനുവേട്ടൻ്റെ അമ്മയുടെ വീട് മേളിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടെ മേളോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിലാണ് ഞങ്ങൾ മേളോട്ട് പോകുന്നത്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞ് നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ. ഞാൻ എന്തെടുക്കും, വീഡിയോ എടുക്കുവാണോ, ഉണ്ടോ നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ടും ആൾ ഒരു കൂസലില്ലാതെ കയറി പോവുകയാണ്. അപ്പോൾ അമ്മ പകുതിയും പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ KGF-ലോട്ടാണ്. അപ്പോൾ അവിടെ ചക്കയും, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ കിട്ടുന്ന സാധനത്തിൻ്റെയൊക്കെ പ്രൈസിൻ്റെ കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, അന്യായ വിലയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനുള്ള ചോറ് എടുക്കുക. ചമ്മന്തിപ്പൊടിയും ചോറും മതിയെന്നാണ് അമ്മ പറഞ്ഞത്. ഞാൻ വയണയില പറിക്കാൻ പോയ ഗൈസ്, അമ്മയ്ക്ക് കൊണ്ടുപോകാനേ വയണയില തികയത്തില്ലെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ കാട്ടിൽ കയറി വയണയില വെച്ച എന്ന് കരുതി അതിവിടെ ഒരെണ്ണം നിൽപ്പുണ്ടല്ലോ, അത് വെച്ച പാമ്പ് എഴുതാനും ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി. കണ്ടോ, നമുക്കിത് മൂടോടെ പറിക്കാം. ഇല്ലാണ്ട് ഇത്രയും കിട്ടി ഗൈസ്. അയ്യോ, അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഒന്നേന്നൊന്ന് ശരിയാകണം. എനിക്കിപ്പോൾ ഓർമ്മ എന്താ വരുന്നതെന്നറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതാ ഓർമ്മ വരുന്നത്. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. കണ്ടോ, അവിടെയൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് വേണേലേക്ക്. എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ പാക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കായംകുളത്ത് നിന്നാണ് ട്രെയിൻ കയറുന്നത്. 6:15 കഴിഞ്ഞാണ് ട്രെയിന്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു 4 മണി എങ്ങാണ്ടായി. അന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത്. നേരത്തെ ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിനാണ് പോയത്. ഈ ബസ്സിൽ സ്ഥിരം പോകുന്നവർക്കറിയാം, ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിനകത്തൊക്കെ അന്യായ പാട്ടാണ്. നമ്മളങ്ങ് സ്ഥലത്ത് നമ്മുടെ പോകേണ്ടടുത്ത് എത്തുന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് അടിപൊളി പാട്ടൊക്കെ. ഇതേ പാട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് കേട്ടാലോ നമുക്കൊരു ശകലം പോലും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരാൾ പോലും ഇല്ലാതെ ഇങ്ങനെ വിജനമായി കിടക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്. ഞങ്ങളിങ്ങനെ ഇരുന്ന് വിജൃംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു ഇച്ചിരി ചായ കുടിച്ചാൽ എന്താണെന്ന്. അതിനുള്ള ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിരുന്നു. അവസാനം ഞങ്ങൾ കുറച്ച് ബജ്ജിയും പഴംപൊരിയും കട്ലേറ്റും മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇതാണ് എൻ്റെ സബ്സ്ക്രൈബർ, വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ഭർത്താവ്. കാണിക്കൂ, ഹായ് കാണിക്കൂ. കണ്ടോ, ഞങ്ങൾ ഒത്തിരി നേരത്തെ ആയിരുന്നു വന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് വിജൃംഭിക്കുക ഞങ്ങളിരുന്നു. ഞങ്ങളപ്പോൾ ആലോചിക്കും ചെയ്തു, എന്തിനാ ഇത്ര നേരത്തെ വന്നേന്ന്. വെറുതെ ഇരിക്കുമല്ലയോ, എന്നാൽ കുറച്ച് വീഡിയോ എടുത്തേക്കാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം വരുന്നത്. എന്താണെന്നല്ലേ, ഒരു പുല്ലുംകാട്ട ട്രെയിന്. അയ്യോ, എന്നിട്ടും ഞങ്ങൾ ആലോചിച്ചു അമ്മയുടെ ട്രെയിൻ എന്താ വരാത്ത സമയമായി. അന്നേരം സമയം ഏകദേശം 6:15 അടുത്തു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ട് അമ്മയുടെ ട്രെയിനും വന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയെ അതിനകത്ത് കയറ്റി വിട്ടു തിരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകുകയാണ് ഗൈസ്. അപ്പം ഞാൻ ടാറ്റ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ തീർന്നെന്ന്. ഇല്ല, അതിനൊരു മുമ്പൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എസ്കലേറ്ററെ കാണണമെന്ന്. അങ്ങനെ അമ്മയുടെ ആഗ്രഹത്തിന് മനുവേട്ടൻ മുളി അങ്ങനെ അമ്മയെ എസ്കലേറ്ററിൽ കയറ്റി. അമ്മയുടെ ഭയങ്കര ആഗ്രഹം, എടാ എനിക്കിതിനകത്ത് കയറണം, എനിക്കിതിനകത്തില്ല. കൊച്ചു പിള്ളേരാണ് പറയത്തില്ലേ, അയ്യോ എനിക്ക് താഴെ മേടിച്ചോ, അയ്യോ എനിക്ക് മേടിച്ചോ, അതുപോലെ. എന്നിട്ട് ഇതൊക്കെ എല്ലാം ഫിറ്റ്. അപ്പുറത്തൂടെ കയറി ഇപ്പുറത്തൂടെ തോണ്ടോ ഇറങ്ങി വരുന്നുണ്ടോ, അതുവഴി ഇറങ്ങി വരിക. എന്തൊക്കെയാണോ കാണിക്കുന്നത്.
എന്നിട്ട് അമ്മ വരുമ്പോൾ അമ്മയുടെ സന്തോഷം കാണണമായിരുന്നു. ഇതുകൊണ്ട് വലിയ എന്തോ സാധിച്ചതുപോലെ കൊച്ചു പിള്ളേർക്കൊക്കെ പറയത്തില്ല അതുപോലെ ഞാൻ വീഴാൻ പോയിടി, അങ്ങനെ പോയി ഇത് പോയിടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്ന കാര്യം പറയുമായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ് ഗൈസ് ഞങ്ങളിനി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ബസ്സിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചും പോകുന്നതും ബസ്സിലാണ്. അപ്പം ഓക്കെ, ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഗൈസ്. പോകല്ലേ, കുഞ്ഞിയുടെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, അത് കേട്ടിട്ട് പോണേ.